ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AGU വൈബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ബൈ കിരൺ ദേശായി. കിരൺ ദേശായി 1971 ജനിക്കുന്നത്. ഇവരൊരു ഇന്ത്യൻ നോവലിസ്റ്റാണ്. 1980s കലിംപോങ് ആണ് ഈ നോവലിൻ്റെ സെറ്റിങ്. ഇനി നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒന്ന് പരിചയപ്പെടാം. ജഡ്ജിൻ്റെ പേര് ജമുഭായ് പട്ടേൽ എന്നാണ്. ഇദ്ദേഹം ഒരു റിട്ടയേർഡ് ജഡ്ജാണ്. അതുപോലെ സായിക്ക് 17 വയസ്സാണ്. സായി ഈ ജഡ്ജിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. പിന്നെ ബിജു എന്ന് പറയുന്നത് ജഡ്ജിൻ്റെ വീട്ടിലെ കുക്കിൻ്റെ മകനാണ്. ഇദ്ദേഹം അമേരിക്കയിൽ സെറ്റിൽഡാണ്. അതുപോലെ കുക്ക് 14 വയസ്സ് മുതൽ ഈ ജഡ്ജിൻ്റെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ഗ്യാനിന് 20 വയസ്സാണ്. ഒരു നേപ്പാളി മാത്സ് ടീച്ചറാണ്. അതുപോലെ തന്നെ സായിയുടെ ലവറുമാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള സായി ഒരു ഓർഫണാണ്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷമാണ് സായി ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പം വന്ന് താമസിക്കുന്നത്. പോരാത്തതിന് ഈ ജഡ്ജിന് തൻ്റെ വൈഫായിട്ടുള്ള നിമീനെ ഉപേക്ഷിച്ചതിൽ ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് കൂടി വേണ്ടിയിട്ടാണ് ഈ ഗ്രാൻഡ് ഡോട്ടറിനെ ജഡ്ജ് സംരക്ഷിക്കുന്നത്. കലിംപോങ്ങിലെ പീപ്പിളിൻ്റെ ലൈഫും അതുപോലെ തന്നെ ബിജുവിൻ്റെ ലൈഫ്, അമേരിക്കയിലുള്ള ബിജുവിൻ്റെ ലൈഫുമാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രാൻഡ് ഫാദറും സായിയും വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്യാനിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് നേപ്പാളി ഗൊറില്ലാസ്, അതായത് ഗോർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ പെടുന്ന ബോയ്സ് വന്നിട്ട് അവരുടെ വീട് കൊള്ളയടിക്കുകയാണ്. ആയുധങ്ങൾ കാണിച്ച് പേടിപ്പിച്ചിട്ട് അവിടെയുള്ള ആയുധങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് പോലീസിനെ അറിയിക്കാൻ അവരുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജഡ്ജ് കുക്കിനെ പറഞ്ഞു വിടുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മോഷണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുക്ക് ലോവർ ക്ലാസ്സിൽ പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കുക്കിനെയും ക്രിമിനലായിട്ട് മുദ്രകുത്തുകയാണ്. അയാൾക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയാണ്. പിന്നീട് നമുക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്ന ബിജുവിൻ്റെ ലൈഫാണ് കാണാൻ സാധിക്കുന്നത്. ബിജു മറ്റു തൊഴിലാളികളുമായിട്ട് അവനെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. മറ്റു തൊഴിലാളികളൊക്കെ അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. മറ്റുള്ളവരെക്കാളും താഴെയാണ് ബിജു എന്ന തോന്നൽ അവനും ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ പോലെ തന്നെ അവനും ഒരു അടിമയാണ് എന്നൊക്കെ അവന് തോന്നി തുടങ്ങിയിരുന്നു. ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ ഇവനെ നിന്ദിക്കുമായിരുന്നു. അവൻ്റെ ലൈഫ് അവിടെ ഭയങ്കര ട്രബിളിലായിരുന്നു. ഒരിക്കൽ അവൻ്റെ ഒപ്പമുള്ള തൊഴിലാളികളെല്ലാം കൂടി അവനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇവൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവനൊരു പുരുഷനല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കലിംപോങ്ങിൽ കുക്കിനെ കുറ്റവാളി അല്ലാതെയാക്കാൻ പോലീസ് സമ്മതിച്ചിരുന്നില്ല. സായിക്ക് ഈ കുക്കിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. സായിക്ക് ഈ കുക്കുമായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് സായി തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവൾക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. സായി ട്രെയിൻ മാർഗമാണ് കലിംപോങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ തൊഴിലാളികളെ കാണുമായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ ഇവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളൊരു കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇവളോട് പറയുകയാണ്, ഈ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ മൃഗങ്ങളെ പോലെയാണ്. സ്ട്രീറ്റ്സൊക്കെ ടോയ്ലറ്റായിട്ടാണ് ഇവർ യൂസ് ചെയ്യുക. ഇവർക്കൊരു നാണവും ഒന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സായിക്കും തോന്നുന്നുണ്ട് അവളൊരു ഉയർന്ന ക്ലാസ്സിലും കാസ്റ്റിലൊക്കെ പെട്ട ഒരാളാണെന്ന് അവൾക്കും തോന്നുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിൽ സായിയുടെ അച്ഛനും അമ്മയും മരിച്ചത് എങ്ങനെയാണെന്നും അതിനുശേഷം എങ്ങനെയാണ് സായി ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ജഡ്ജ് തൻ്റെ 20ാമത്തെ വയസ്സിൽ നിയമപഠനത്തിനായിട്ട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയ അനുഭവങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഗ്യാൻ ഈ ഗോർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ ഭാഗമായതിനെ തുടർന്ന് സായിയും ഗ്യാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. ആ ടൈമിലാണ് ജഡ്ജിൻ്റെ പെറ്റായിട്ടുള്ള ഡോഗിനെ കാണാതെ ആവുന്നത്.
ആ ഡോഗിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ്. അതിൻ്റെ വിഷമത്തിലാണ് ജഡ്ജൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നോവലിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ബിജു നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ബിജുവിനെ ഗോർഖകൾ കൊള്ളയടിക്കുന്നൊക്കെയുണ്ട്. എങ്കിലും അവസാനം ബിജു തൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ്. ന്യൂയോർക്കിലെ ലൈഫ് അത്രയും ട്രബിൾഡ് ആയതുകൊണ്ടാണ് ബിജു നാട്ടിലേക്ക് വരുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു ലൈഫായിരുന്നു അവിടെ. ഭയങ്കര ഐസൊലേഷനൊക്കെ ആയിരുന്നു. മറ്റ് തൊഴിലാളികളുടെ അടുത്തു നിന്നാണെങ്കിലും ഓണേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ബിജുവിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബിജു നാട്ടിലേക്ക് വന്ന് അച്ഛനുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സായി തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നിന്ന് പോവാൻ തീരുമാനിക്കുകയാണ്. ഈ നോവലിലെ മെയിൻ തീംസായിട്ട് വരുന്നത് ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ്, ഐസൊലേഷൻ, കൊളോണിയലിസം ആൻഡ് ഗ്ലോബലൈസേഷൻ, പോവേർട്ടി, ഹോം ആൻഡ് ബിലോങ്ങിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ നോവലിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം.